ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ നമുക്ക് ദോശയാക്കിയാലേ, അതിന് വേണ്ടിയിട്ട് ദോശമാവ് കലക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മയുടെ ദേശീയ ഭക്ഷണമായിരുന്നു ഈ ദോശ എന്ന് പറയുന്നത്. ദോശയ്ക്ക് മാറ്റമില്ലെങ്കിലും കറിയിൽ വെറൈറ്റി പിടിക്കാൻ ഞങ്ങളുടെ ഉമ്മ പല പണിയും നോക്കിയിട്ടുണ്ട്. അതിലൊരുത്തനാണ് ഇവൻ്റെ പേരാണ് തക്കാളിക്കുഴമ്പ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് മമ്മി പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെക്കുക, അതിലോട്ട് എണ്ണ ഒഴിക്കുക, അതിലോട്ട് നമ്മുടെ കൊച്ചുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക്, അതുപോലെ നല്ല പഴുത്ത തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. അതിലോട്ട് നല്ല തേങ്ങ, ഒരു പിടി തേങ്ങ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു പിടി തേങ്ങ, അതുപോലെ നല്ല ജീരകവും കുറച്ച് ഇടാം കേട്ടോ. നല്ല ജീരകം ചിലർക്കത് ഇഷ്ടപ്പെടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് അതാണ്. അതിലോട്ട് നമുക്ക് നമ്മുടെ കരിയാപ്പിലയും കൂട്ടി നല്ലപോലെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ചിലർക്ക് ഈ ടേസ്റ്റ് പിടിക്കത്തുള്ളൂ, എന്നാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അതെല്ലാം കൂടി ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ കഥ പറഞ്ഞു വന്നത്, അന്നത്തെ കാലത്ത് എനിക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടുവിടാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവൻ എൻ്റെ ഹീറോ ആണ്. ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എളുപ്പം ഇവനല്ലേ, എന്തെങ്കിലുമൊക്കെ ആവട്ടല്ലേ. അപ്പോൾ അവനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ റോസ്റ്റ് ചെയ്ത സാധനം എല്ലാം കൂടെ നമ്മുടെ മിക്സിയിൽ ജാറിട്ട് അരച്ചെടുക്കാം. അത് നമുക്ക് കടുക് വറുക്കാം. അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിക്കുക, അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക, നമ്മുടെ കരിയാപ്പിലയും ഇട്ട് കൊടുക്കുക. ഉള്ളി ഇടുന്നില്ല, ആവശ്യത്തിനുള്ളിൽ നമ്മൾ അരച്ചിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കാന്ന് പറഞ്ഞാൽ ചൂടായാൽ മതി. അതിലോട്ട് നമ്മുടെ ഉപ്പും ആവശ്യത്തിനിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലപോലെ തിളയ്ക്കാൻ പാടില്ല ഇത്. അതിലോട്ട് നമുക്ക് നമ്മുടെ പാത്രം എടുക്കുക, നമ്മുടെ ദോശ വെച്ച് കൊടുക്കുക, ചമ്മന്തി ഒഴിക്കുക. ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ ധൃതിയിൽ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അത്രയുള്ള തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.